ഓം അർപ്പണ്യദോഷോപഗതസ്വഭാവകവൃച്ഛാമിത്താം ധർമ്മസുമൂഢചേതക യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ചാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഉത്തരഗീതയിൽ 25 ശ്ലോകം വരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. ഇന്ന് 26 തൊട്ട് 30 വരെയാണ് ചിന്തിക്കേണ്ടത്. ദൂരസ്ഥോപീന ദൂരസ്ഥ പിണ്ടസ്ഥ പിണ്ടവർജിത വിമല സർവതാ ദേഹീം സർവവ്യാപീ നിരഞ്ജന കായസ്തോപീന കായസ്ഥ കായസ്തോപീന ജായതേ കായസ്തോപീന ഭുഞ്ചാന കായസ്തോപീന ബാധ്യതേ കായസ്തോപീന ലിപ്തസ്യാൽ കായസ്തോപീന ബാധ്യതേ തിലമധ്യേ യഥാ തൈലം ക്ഷീരമധ്യേ യഥാ കൃതം പുഷ്പമധ്യേ യഥാ ഗന്ധം ഫലമധ്യേ യഥാ രസം തഥാ സർവഗതോ ദേഹി ദേഹമധ്യേ വ്യവസ്ഥിത മനസ്തോ ദേഹിനാം ദേവോ മനോമധ്യേ വ്യവസ്ഥിതഃ കാഷ്ടാഗ്നിവൽ പ്രകാശത ആകാശ വായുവൽ ചരേൽ മനസ്തം മനമധ്യസ്ഥം മധ്യസ്ഥം മനവർജിതം മനസാ മന ആലോക്യ സ്വയം സിദ്ധ്യന്തി യോഗിന. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരിഗോവിന്ദ. ദൂരസ്ഥോപീന ദൂരസ്ഥ പിണ്ടസ്ഥ പിണ്ടവർജിത വിമല സർവദാ ദേഹി സർവപാപി നിരഞ്ജന. ആ ദേവൻ വിഷയികൾക്ക് ദൂരസ്ഥനാണെങ്കിലും ആത്മോപാസകന് അല്പം പോലും ദൂരസ്ഥനല്ല, ഏറ്റവും അടുത്തിരിക്കുന്നവനാണ്. അദ്ദേഹം പിണ്ടാകാരമായിരിക്കുന്ന എല്ലാ വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്നുവെങ്കിലും യാതൊരു പിണ്ടരൂപവും അഥവാ ശരീരകാരകവും കാരവും ഇല്ലാത്തവനാകുന്നു. ശരീര ആകാരവും ഇല്ലാത്തവനാകുന്നു. രൂപം ഭേദമില്ലാത്ത പരിശുദ്ധനായിരിക്കുന്ന ആ പരമാത്മാവ് സർവകാലവും സർവസ്ഥലത്തും വ്യാപിച്ചു നിൽക്കുന്നു. അതായത് ഭഗവാനെ ഉപാസിക്കുന്നവന്, ഉപാസനം എന്ന് പറഞ്ഞാൽ തന്നെ അടുത്തിരിക്കുക എന്നർത്ഥം. അപ്പം ഇഷ്ടദേവതയെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടദേവതയുടെ അടുത്തിരിക്കുക, അടുത്തിരിക്കാനുള്ള യോഗ്യനാകണം. അർഹത എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഭഗവാനെ അനന്യമായിട്ട് ദൃഢമായിട്ട് ഉപാസിക്കുന്നവർക്കാണ് ഭഗവാന്റെ അടുത്തിരിക്കാൻ സാധിക്കുക. അപ്പോൾ ആ അടുത്തിരിക്കുന്നതാണ് ആത്മാബോധമുള്ളവർക്കേ ഭഗവാന്റെ അടുത്തിരിക്കാൻ സാധിക്കും. ആത്മാ അന്വേഷണമാണ് ഭഗവാന്റെ ഏറ്റവും പ്രീതി നേടാൻ. ഇല്ലേ, സർവിതാ ഭജന്തേ മാം, 4 തരത്തിലുള്ള ഭക്തരെ പറ്റിയൊക്കെ ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് 7-ാം അധ്യായത്തിൽ. അതിൽ ദുഃഖിതരുണ്ട്, ദുഃഖം മാറിക്കഴിഞ്ഞാൽ ഇഷ്ടഭോഗങ്ങൾക്ക് വേണ്ടി ഭഗവാനെ സമീപിക്കുന്നവരുണ്ട്. ഇവരൊന്നും അടുത്തിരിക്കില്ല. ഇവർ കാര്യം നടന്നു കഴിഞ്ഞാൽ അല്ലേ, കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഭഗവാന് പോലും ഓഫർ കൊടുത്തിട്ടായിരിക്കും ഭഗവാനെ കാണാൻ തന്നെ പോവുക. അപ്പോൾ ഓരോന്ന് പ്രാർത്ഥിക്കും, അത് സാധിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഓടി നടക്കും. അത് കിട്ടുമ്പം മറക്കുകയും ചെയ്യും. നമ്മൾ ഭഗവാനെ ഭജിച്ചിട്ട് ഇഷ്ടഭോഗങ്ങൾ കിട്ടിയാൽ ആ കിട്ടിയ സുഖത്തിൽ മതിമറന്നാൽ ഇത് വന്ന വഴി തന്നെ മറക്കും, എവിടുന്നാ കിട്ടിയെന്നുള്ളത് മറക്കും. അത് മറക്കാൻ പാടില്ല ശരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ദൂരസ്ഥനായിട്ട് തോന്നും, ദൂരസ്ഥനായിട്ട് മാറും. അതാണ് ഇവിടെ പറയുന്നത്. സാധാരണ ഭക്തർക്ക് ഭഗവാനെ രണ്ടായിട്ട് കാണുന്നവർക്ക് ഒരിക്കലും ഭഗവാൻ അടുത്ത് വരില്ല. അതാണ് രസം. എപ്പോഴും സങ്കല്പ വികല്പങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ദ്വന്ദ്ഭാവത്തിലാണ് ഈശ്വരനും ഞാനും വേറെ എന്ന സങ്കല്പത്തിലാണ് രണ്ടായിട്ട് കാണുന്നവർക്ക് ഒരിക്കലും ഭഗവാൻ അടുത്തായിരിക്കില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞു, ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃതം സർവഭൂതാനാം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാനെ അനന്യമായിട്ട് ഭജിക്കുന്നവർക്ക് ഭഗവാനായിരിക്കും ഏറ്റവും വലിയ ബന്ധുവും സുഹൃത്തുമായിട്ട് മാറുക. അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ എപ്പോഴും നമ്മുടെ അടുത്തായിരിക്കും. നമ്മുടെ അടുത്തെന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഉള്ളിൽ തന്നെ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. ആ ഭഗവാനെ നമ്മൾ ആത്മാ സംരക്ഷണാർത്ഥം, ആത്മാവിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കർമ്മബന്ധനങ്ങളിലും നമ്മുടെ സ്വഭാവത്താൽ ബന്ധിച്ചു വച്ചിരിക്കുന്ന ജീവാത്മാവിനെ സ്വതന്ത്രമാക്കണം. അതിനെ സ്വതന്ത്രമായിട്ട് നമ്മളിൽ തന്നെ പ്രവർത്തിക്കാൻ നമ്മൾ അനുവദിക്കണം. നമുക്കെന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാത്രി സുഷുപ്തി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ആണ് 100% ഈശ്വരൻ്റെ ശക്തി നമ്മളിൽ പ്രവർത്തിക്കുന്നത്. ഉണർന്നു വന്നാൽ പിന്നെ ഞാൻ എൻ്റെ എന്നുള്ള ഭാവം വന്നാൽ തന്നെ ഭഗവാൻ നമ്മുടെ ദൂരസ്ഥനായി.
സ്വാർത്ഥ താല്പര്യം വന്നാൽ പിന്നെ ഭഗവാൻ നീ നിന്റെ ഇഷ്ടം പോലെ ആയിക്കൊള്ളാനാ പറഞ്ഞേക്കണേ. യഥാ ഗുരു. ഭഗവാന്റെ ശക്തി തന്നെയാണ് ജീവനായിട്ട് നമുക്ക് ഈ പറയുന്ന തൻ്റെ ഇഷ്ടത്തിന് നടക്കാനും പ്രേരിപ്പിക്കുന്നത് എന്ന സത്യത്തെ നമ്മൾ തിരിച്ചറിയാതിരിക്കുന്നിടത്തോളം കാലം ഭഗവാൻ നമ്മുടെ ദൂരസ്ഥനായിരിക്കും. അതുകൊണ്ട് ആകാശം രൂപേണ എന്ന് പറഞ്ഞ് ആകാശധ്യാനം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ഈ ആകാശത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇരിക്കണം. പക്ഷേ ആകാശത്തിനോട് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ആകാശത്തിനോട് നമ്മൾ അടുക്കാൻ ശ്രമിക്കുമ്പം അത് ദൂരസ്ഥമാകും. അത് ദൂരേക്ക് പോകുന്ന പോലെ നമുക്ക് തോന്നും. അത് നമ്മൾ അടുത്തേക്ക് നമ്മൾ പിന്നോട്ട് വരുമ്പോഴോ ഈ ആകാശം നമ്മുടെ അടുത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് തോന്നും. ഇതേപോലെയാണ് ഭഗവാനോട് നമ്മൾ അടുക്കാൻ ശ്രമിക്കുമ്പം ഭഗവാനെ വികല്പത്തിലാണ് കാണുന്നതെങ്കിൽ ഭഗവാൻ നമ്മുടെ ദൂരസ്ഥനായിട്ടായിരിക്കും സ്ഥിതി ചെയ്യുക. അതായത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന വസ്തുവിനെ നമ്മൾ പുറത്ത് കാണാൻ ശ്രമിച്ചാൽ ഭഗവാൻ പുറത്തായിരിക്കും, അകത്തെങ്ങനെ കാണുക പിന്നെ? അതേസമയം നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നതെന്ന് ഉറച്ചുകൊണ്ട് ഉപാസിച്ചാലോ ഭഗവാൻ നമ്മുടെ ഏറ്റവും സുഹൃത്തും ബന്ധുവുമായിരിക്കും, നമ്മുടെ നിഴല് പോലെ നമ്മളോടൊപ്പം നടക്കുന്നവനായിരിക്കും. ഇതാണ് ഇവിടെ പറഞ്ഞത്, ദൂരസ്ഥോപീന ദൂരസ്ഥ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ദൂരത്താണെന്ന് കരുതുന്നവർക്ക് ദൂരത്ത് തന്നെയായിരിക്കും. അടുത്തായിരിക്കുന്നത് കരുതുന്നവരാ ആത്മജ്ഞാനികള്. ആത്മാരാമന്മാരായിട്ടുള്ളവർക്ക് ഭഗവാൻ എപ്പോഴും അടുത്തുള്ളവനായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്, ദേവൻ വിഷയങ്ങളിൽ നിന്ന് ദൂരസ്ഥനാണെങ്കിലും മറ്റു വിഷയങ്ങളിലൊന്നും ഭഗവാൻ ഇന്റർഫെയർ ചെയ്യില്ല. നമ്മുടെ ഇഷ്ടത്തിന് ഏത് കാര്യത്തിന്റെ പിന്നാലെ പോയാലും നീ അത് വേണ്ട ഇത് വേണ്ട എന്നൊന്നും ഭഗവാൻ പറയില്ല. നമുക്ക് ഇൻഡിക്കേഷനൊക്കെ നൽകും, മനസാക്ഷി രൂപത്തിൽ നല്ലതും ചീത്തയൊക്കെ നമുക്ക് വിളിച്ചറിയിച്ചുകൊണ്ടിരുന്നാലും നമ്മൾ ചിലപ്പോൾ ഈ മനസാക്ഷി പറയുന്നതൊക്കെ അവഗണിച്ചിട്ട് അന്വേഷണത്തിന് നടക്കും. അപ്പൊ അങ്ങനെ വന്നാല് അല്പം പോലും ദൂരസ്ഥന ആകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ആത്മോപാസകന്, അതായത് ആത്മാന്വേഷകൻ, ആത്മജ്ഞാനികൾക്കാണ് ഭഗവാൻ ദൂരസ്ഥനല്ല എന്ന് പറയുന്നത്. അല്ലാത്തവർക്ക് ദൂരസ്ഥനാ. അങ്ങനെ ദൂരസ്ഥനാണെങ്കിലും ആത്മോപാസന ആര് തുടങ്ങുന്നു, ആത്മാന്വേഷണം തുടങ്ങുന്നോ, ആ ആത്മാന്വേഷികൾക്ക് ഭഗവാൻ അടുത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് തോന്നും, അനുഭവപ്പെടും. അദ്ദേഹം പിണ്ടാകാരമായിരിക്കുന്ന എല്ലാ വസ്തുക്കളും നിറഞ്ഞു നിൽക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടുള്ള തൂണിലും തുരുമ്പിലും ഒക്കെ ഭഗവാനുണ്ട്. യാതൊരു പിണ്ടരൂപവും അഥവാ ശരീര ആകാരവും ഇല്ലാത്തവനായതുകൊണ്ട് എവിടെ വേണമെങ്കിലും ഏത് വസ്തുവിലും ഇരിക്കാനും അദൃശ്യ രൂപത്തിൽ വസിക്കാനുള്ള കഴിവും ഭഗവാനുണ്ട്. അതുകൊണ്ട് ആ തൂണിലും തുരുമ്പിലും ഒരു മണൽത്തരിയിൽ വരെ ഈശ്വരന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ അത് അതായിട്ട് നിലനിൽക്കില്ല എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് രൂപഭേദമില്ലാത്തതും പരിശുദ്ധനുമായിരിക്കുന്ന ആ പരമാത്മാവ് സർവകാലവും സർവസ്ഥലത്തും വ്യാപിച്ചു നിൽക്കുന്നു. വിശ്വരൂപിയായിട്ട്, ആകാശരൂപിയായിട്ട്, വായുരൂപേണ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. നമ്മുടെ ഉള്ളിലും വായു വന്നു പോകുന്നുണ്ടെങ്കിൽ ആ വായുരൂപനും ഭഗവാൻ തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ അഗ്നി ചലിക്കുന്നുണ്ടെങ്കിൽ ആ അഗ്നിരൂപനും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ പഞ്ചതന്മാത്രകളായിട്ട്, പഞ്ചഭൂതങ്ങളുടെ അംശങ്ങളായിട്ട് നമ്മുടെ ശരീരത്തെ അതിൻ്റെ ഗുണങ്ങൾ പ്രകടമാക്കിക്കൊണ്ട് നമ്മുടെ ശരീരത്തെ സഗുണ ബ്രഹ്മമായിട്ട് നമ്മളെ കാണാനും കേൾക്കാനും അനുവദിക്കാനും എല്ലാ ശരീരത്തിൻ്റെ സചേതനമാക്കി നിർത്തുന്നത് ആ ശക്തിയാണ്. അത് തന്നെയാണ് ബ്രഹ്മം. കണ്ണിൻ്റെ കണ്ണായിട്ട്, വാക്കിൻ്റെ വാക്കായിട്ട്, ചെവിക്ക് ചെവിയായിട്ട്, പ്രാണന്റെ പ്രാണനായിട്ട്, വാക്കിൻ്റെ വാക്കായിട്ട് നിൽക്കുന്ന ഏതൊരു ശക്തിയാണോ അത് തന്നെയാണ് ബ്രഹ്മം. അപ്പം നമ്മുടെ അടുത്ത് തന്നെയല്ലേ. അപ്പൊ ആ തരത്തിൽ ആത്മാരാമന്മാരായിട്ട് ചിന്തിക്കുമ്പോഴേ ഭഗവാൻ നമ്മുടെ അടുത്ത് തന്നെ, ദൂരസ്ഥനല്ല, ആ നമ്മുടെ അടുത്ത് തന്നെ കായസ്ഥനാണ് എന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അശരീരി രൂപി ആയതുകൊണ്ട് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സാന്നിധ്യം മാത്രം കൊണ്ട് സാന്നിധ്യം അറിയിക്കാനും സാധിക്കും ഭഗവാൻ. അതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അശരീരി രൂപം. നമുക്ക് ശരീരമുള്ളതുകൊണ്ട് ഈ ശരീരം കൊണ്ട് നടക്കുന്നതിനൊരു ലിമിറ്റേഷനുണ്ട്, ഒരു പരിധിയുണ്ട്. ഈ ശരീരമില്ലെങ്കിൽ നമുക്ക് എവിടെയും ഏത് ചെറിയ സുഷിരങ്ങളും കൂടെ പോലും നമുക്ക് അദൃശ്യ രൂപത്തിൽ അടച്ചിരിക്കുന്ന വാതിലിനകത്ത് വരെ പ്രവേശിക്കാൻ സാധിക്കും. എവിടെ വേണമെങ്കിലും ഇഷ്ടമുള്ളിടത്തൊക്കെ സഞ്ചരിക്കാം. ഈ ശരീരം ആണ് നമുക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്. ഈശ്വരനൊക്കെ അടുക്കാൻ പോലും 2 അംഗുലത്തിന്റെ വ്യത്യാസത്തിലിരിക്കാൻ എന്താ കാരണം? ഈ ശരീരമാണ് മാധ്യമം. ശരീരവും ഈശ്വരനും തമ്മിൽ 2 അംഗുലം വ്യത്യാസത്തിലായിരിക്കണത്. പക്ഷെ അത് അടുത്താണെന്ന് തോന്നണ്ടേ? നമ്മൾ അതിൽ കൂടുതലാണ് വിചാരിച്ചിട്ട് ഭഗവാനെ കെട്ടിയിടാൻ ശ്രമിച്ചാൽ യശോദാമ്മയുടെ ഒരിക്കലും കെട്ടിയിടാൻ സാധ്യമല്ല. എന്നാൽ 2 അംഗുലം കൊണ്ട് ഭഗവാന്റെ കൃപ ലഭിച്ചാലോ അത് നമ്മുടെ ഏറ്റവും വലിയ ഉപാസകനായിട്ട്, അടുത്തിരിക്കുന്നവനായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് കായസ്തോപീന കായസ്ഥ കായസ്തോപീന ജായതേ
കായസ്തോപീന ഭുഞ്ചാനാം കായസ്തോപീന ബാധ്യതേ, കായസ്തോപീന ലിപ്തസ്യാൽ കായസ്തോപീന ബാധ്യതേ. എല്ലാ ശരീരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന അവന് യാതൊരു ശരീരവും ഇല്ലാത്തതാകുന്നു. എല്ലാ ശരീരങ്ങൾക്കും ജന്മം നൽകുന്നവനോ ജന്മരഹിതനോ ആകുന്നു. എല്ലാ ശരീരങ്ങൾക്കും നിലനിൽക്കാൻ ആവശ്യമായ ഭക്ഷണം നൽകുന്നവനാണെങ്കിലും അവൻ യാതൊന്നും ഭക്ഷിക്കുന്നില്ല. എല്ലാ ശരീരങ്ങളെയും ബന്ധിപ്പിച്ച് നിർത്തുന്ന അവനോ യാതൊരു ബന്ധവും ഇല്ലാത്തവനുമാകുന്നു. എല്ലാ ശരീരങ്ങളെയും ലിപ്തമാക്കുന്ന അഥവാ പൊതിഞ്ഞു നിൽക്കുന്ന കാത്തുരക്ഷിക്കുന്ന അവനോ യാതൊന്നിനാലും ലിപ്തമല്ല. എല്ലാ ശരീരങ്ങൾക്കും അവനോട് ബാധ്യതയുണ്ടെങ്കിലും അവന് യാതൊന്നിനോടും യാതൊരു ബാധ്യതയുമില്ല. അതാണ് ശ്രേഷ്ഠമായ ഒരു തത്വത്തെയാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ, 2 ശ്ലോകങ്ങളിലൂടെ ഒന്നും കളയാനില്ല എന്നർത്ഥം. അത്ര അന്തസത്തയാണ് അതിൽ പറയുന്നത്. ശരീരമാധ്യം കലു ധർമ്മസാധനം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിന് പോലും ക്ഷതം കൂടാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ശരീരത്ത് അശരീരിയായിട്ടിരിക്കുന്ന ഈ ശക്തിയാണ് അതിന് ആധാരം എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ അതുകൊണ്ട് എല്ലാ ശരീരങ്ങളും സർവസ്യരാഗം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമാബോഹനം ച, എല്ലാ പ്രാണികളുടെയും ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഞാൻ നിങ്ങൾക്ക് അറിവ് നൽകുന്നു, ഓർമ്മ നൽകുന്നു, നിങ്ങളെ മറവിപ്പിക്കുന്നതും മറവിയുണ്ടാക്കുന്നതും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ ശരീരങ്ങളിലും അവ്യക്ത സ്വരൂപിയായിരുന്നു കൊണ്ട് നമ്മുടെ ശരീരത്തെ പോലും സചേതനമാക്കി നിർത്തുന്ന ചൈതന്യം ആണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ബോധതലത്തിൽ നമുക്ക് ഉറക്കണം. ഞാൻ എന്ന ബോധത്തെ നമുക്ക് ഉണ്ടാക്കി തരുന്നത് ഈ ശരീര മധ്യത്തിലിരിക്കുന്ന അശരീരിയായിരിക്കുന്ന അവ്യക്ത സ്വരൂപിയായിരിക്കുന്ന ആ ഈശ്വരൻ എന്ന നാമത്താൽ അറിയപ്പെടുന്ന ആ ബ്രഹ്മം തന്നെയാണ് യഥാർത്ഥത്തിൽ സത്യം എന്നറിയുക. എല്ലാ ശരീരങ്ങളും നിലനിൽക്കുന്ന യാതൊരു ശരീരവും, എല്ലാ ശരീരങ്ങളിൽ നിലനിൽക്കുന്നവനും എന്നാ ശരീരമില്ലാത്തവനും, എല്ലാ ശരീരങ്ങൾക്കും ജന്മം നൽകുന്നവനും അതിനെ പോഷിപ്പിക്കുന്നവനും, ആ ശരീരത്തെ, അന്നമയമായ ശരീരത്തെ പോഷിപ്പിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണത്തെ കൊടുക്കുന്നവനും, കാമധേനുവിനെ പോലെ ഈ ജീവജാലങ്ങളെ മുഴുവൻ ജീവനോപാധിയായിട്ട് നൽകിക്കൊണ്ട് അന്നരൂപേണ നമ്മളിലൊക്കെ വർത്തിക്കുന്നതും. ഇല്ലേ, നമുക്ക് ആ ഭക്ഷണം കഴിക്കാൻ, ശരീരത്തെ നിലനിർത്തണമെങ്കിൽ ഭക്ഷണം കഴിക്കണം. പക്ഷേ ഈ അശരീരിയായിരിക്കുന്ന ആത്മസ്വരൂപിന് ഒരിക്കലും ഈ വക ഭക്ഷണങ്ങളൊന്നും, അടയുമടയും പായസം ഒന്നും ആവശ്യകതയില്ല എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ പ്രത്യക്ഷ രൂപമാണ് നമ്മൾ കൊട്ടകം നിറച്ച് പായസം ഉണ്ടാക്കിയല്ലോ, നേർത്യമോ എന്തൊക്കെ അടയും അടയൊക്കെ ഉണ്ടാക്കി നേർച്ചാലും അത് സങ്കല്പം മാത്രം കൊണ്ട് നമ്മൾ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് നമ്മൾ തന്നെ എടുക്കുന്നത്. അതേ തത്വമാണ് നമ്മുടെ ശരീരത്തിന് ആണ് അന്നം ആവശ്യമുള്ളൂ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ അശരീരിയായിരിക്കുന്ന ആ ആത്മചൈതന്യത്തിന് ഈ പറയുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും ആവശ്യകതയില്ല. അതിൻ്റെ പ്രത്യക്ഷത്തിൽ ഉള്ള ആ സങ്കല്പത്തിലാണ് നമ്മൾ നിവേദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച് അത് നിവേദിച്ചു എന്ന് സങ്കല്പിച്ച് തിരിച്ച് പ്രസാദമാക്കി നമ്മളെടുത്ത് കഴിക്കുന്നത്. നമ്മുടെ ശരീരത്തിനാണ് ഭക്ഷണം ആവശ്യമുള്ളൂ. നമുക്ക് ശരീരം നഷ്ടപ്പെട്ടാൽ ആത്മാവിന് ഈ പറയുന്ന അടയുമടയും പായസോ ഈ പറയുന്ന ഭക്ഷണങ്ങളൊന്നും ആവശ്യമില്ല. ശരീരസ്ഥിതി നിലനിർത്താനാണ്, ശരീരത്തിന് ക്ഷതം കൂടാതെ കാത്തു സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അന്നം കഴിക്കുക എന്ന് പറയുന്നത്. അത് അമിതമായിട്ട് കഴിക്കരുതെന്നും എന്നാൽ കഴിക്കാതിരിക്കരുതെന്നും ഭഗവാൻ പറയുന്നത്. യുക്താഹാര വിഹാരസ്യ യുക്ത തേജസ്സു കർമ്മസ്തു യുക്ത സ്വപ്ന അവബോധസ്യ യോഗോ ഭവതി ദുഃഖക. നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിച്ചാൽ നമ്മളെ തന്നെ ഈ രോഗഗ്രസ്തമാക്കും. അത് ദുഃഖ കാരണമായി ഭവിക്കും. കഡ്വ അമ്ല ലവണ തൃഷ്ണ തീഷ്ണ രൂഷ വിദാഹന എന്നൊക്കെ ഇതിൽ തന്നെ ഭഗവാൻ ആഹാരത്തെ പറ്റി പറയുന്നുണ്ടല്ലോ. നമ്മൾ ഈ മസാലലിപ്തമായിരിക്കുന്ന ആഹാരം കഴിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അധികം രോഗങ്ങൾ ഉണ്ടാകുന്നത്. ആഹാരത്തെ ശുദ്ധിയില്ലാതെ വരുമ്പോൾ അത് മരുന്ന് കഴിക്കാൻ ഇടവരും. ആഹാരം കൂടുതൽ കഴിച്ചാൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും മരുന്നിനെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ ആഹാരം കുറച്ചാലോ ശരീരം സംരക്ഷിക്കാൻ സാധിക്കും. ശരീരത്തിന് ആവശ്യമായ, പ്രത്യേകിച്ചും 50 വയസ്സ് വരെ ശരീരത്തിന് വളർച്ചയുള്ളൂ എന്ന് വിചാരിക്കുക, ഡെവലപ്മെന്റ് ഉണ്ടാകുക. ബാക്കി 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഈ സെല്ലൊക്കെ മാറി വരുമെങ്കിലും ഒക്കെ ക്ഷയലിപ്തമാണ്. പിന്നെ നമ്മളെ ക്ഷയിക്കുന്ന 15 കലകളാണ് നമ്മൾ പ്രവർത്തിക്കുക. കുറേശ്ശെ കോശങ്ങൾ വരെ ക്ഷയിച്ചുകൊണ്ടേയിരിക്കും. ആ ശരീരം ജീർണിച്ച് പൂർണ്ണമായി കഴിയുമ്പം ഇല്ലാതെയാവും. അതിൽ നിന്ന് ജീവൻ വിധ്വംസിക്കപ്പെടും. ഈ ജീവൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നർത്ഥം. അതുകൊണ്ട്
ശരീരത്തിൽ ജീവനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിന്റെ ആവശ്യകതയില്ല. എന്നാൽ ശരീരത്ത് ജീവൻ നിലനിൽക്കണമെങ്കിൽ ശരീരം സചേതനമായിരിക്കണം. ആ ശരീരത്തെ സചേതനമാക്കാൻ വേണ്ടിയിട്ട് അന്നമയമായ ശരീരത്തെ ക്ഷതം കൂടാതെ നിലനിർത്തണമെങ്കിൽ അന്നം ആവശ്യമാണ്. അതേസമയം ശരീരത്തിലിരിക്കുന്ന ഈ ജീവന് ഇല്ലെങ്കിൽ ആത്മശക്തിക്ക് ഒരിക്കലും ഈ പറയുന്ന അന്നം ആവശ്യമില്ല. അത് നിലനിൽക്കുന്നത് അന്നത്താലല്ല. അതിന് ക്ഷതവും ഉണ്ടാകില്ല. എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ പണ്ടേ ഉള്ളത് ആണ് നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നത്. ഇത് ശരീരം ക്ഷയിച്ചില്ലാതെ ആയാലും അതില്ലാതെ ആകുന്ന പ്രശ്നമില്ല. കാരണം അത് ഒന്നിനെ ആശ്രയിച്ചിട്ടല്ല നിൽക്കുക. എന്നാൽ ശരീരം അന്നത്തെ ആശ്രയിച്ചിട്ടാണ്. അന്നപാനാദികൾ വേണ്ടത് വേണ്ട സമയത്ത് കഴിക്കാതിരുന്നാൽ ശരീരത്തെ സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടായി വരും. ശരീരം ജീർണിച്ചാലോ, ശരീരം നിലനിർത്താതിരുന്നാൽ ജീവൻ വിധ്വംസിക്കപ്പെടും. അതുകൊണ്ട് ശരീരത്തെ ആശ്രയിച്ചല്ല ജീവൻ നിൽക്കുന്നത്. പക്ഷേ ശരീരം ജീവനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. ആ ശരീരത്തെ നിലനിർത്തണേ, ജീവനെ ആശ്രയിച്ചാ നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും ആ ശരീരത്തിന് ആവശ്യമുള്ളതൊക്കെ കാമധേനുവിനെ പോലെ ജീവൻ തന്നെ നമുക്ക് നൽകുന്നുണ്ട്, പ്രകൃതി നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് സഹേജ്ഞ ഭാവനയോടുകൂടി ഭഗവാൻ കാമധേനുവിനെ പോലെ ഈ ജീവജാലങ്ങളൊക്കെ പരിപാലിക്കുന്നതിന് ആവശ്യമായ അന്നപാനാദികളാണ് കാമധേനുവിനെ പോലെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ പഞ്ചഭൂതങ്ങളെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ശരീരത്തെ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന ഗുണങ്ങളെ കൊണ്ടാണ് നിലനിർത്താൻ സാധിക്കുക. അതിൽ വരുന്നതാണ് ഈ അന്നമയമായിരിക്കുന്ന ശരീരവും. ആ ശരീരത്തെ നിലനിർത്തുന്നതിന് അന്നപാനാദികളും ആവശ്യമായി വരുന്നത് എന്നർത്ഥം. അതുകൊണ്ട് എല്ലാ ശരീരങ്ങളെയും ബന്ധിപ്പിച്ച് നിലനിർത്തുന്നത് അത് രക്തബന്ധം, ആത്മബന്ധത്തിൽ നിന്നാണ് രക്തബന്ധം ഉണ്ടാകുന്നത്. രക്തബന്ധത്തിൽ നിന്നാണ് നക്ഷത്രബന്ധം ഉണ്ടാകുന്നത്. അപ്പം ബന്ധനങ്ങളാകുന്നതും ഈ ശരീരബന്ധം കൊണ്ടാണ്. അതിന് കാരണം ആത്മബന്ധം. ആത്മബന്ധമുണ്ടെങ്കിലും അത് പരസ്പരം സഹവർത്തിത്വത്തിലൂടെയാ ഏത് കാലത്തിലാണെങ്കിലും നമ്മൾ ജീവിക്കുക. അതിൽ നിന്നാണല്ലോ രക്തബന്ധവും നക്ഷത്രബന്ധവും ഇല്ലേ സുഹൃബന്ധം വരെ ഉണ്ടാകുന്ന ആത്മബന്ധത്തിൽ നിന്ന്. അടിസ്ഥാന ആത്മബന്ധമാണ്. അതുകൊണ്ടാണ് ഈ ശരീരങ്ങളെയൊക്കെ ബന്ധിപ്പിച്ച് പരസ്പരം സമുന്നയാൽ നിലനിർത്തുന്നതും ഭഗവാൻ തന്നെയാണ് എന്നിവിടെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇങ്ങനെയൊക്കെ ബന്ധിപ്പിച്ച് നിർത്തുന്നുണ്ടെങ്കിൽ ഈ പരമാത്മാവിന് ഒരിക്കലും ഈ ത്രിവിധ ബന്ധങ്ങളൊന്നും ബന്ധനങ്ങളായിട്ട് മാറുകയില്ല. ബന്ധിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും ബന്ധിക്കാൻ സാധ്യവുമല്ല എന്ന് യശോദാമ്മ കാണിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്നാൽ ഇതിനേക്ക് ഈ ഒന്നിനും, അതായത് എല്ലാ ശരീരങ്ങളെയും ബന്ധിപ്പിച്ച് നിർത്തുന്നവനും അതിനെ പരിപാലിക്കുന്നവനും, എന്നാൽ അവനോ യാതൊരു ബന്ധവുമില്ലാത്തവനാകുന്നു. എല്ലാ ശരീരങ്ങളെയും ലിപ്തമാക്കുന്ന അഥവാ പൊതിഞ്ഞു നിൽക്കുന്ന, കാത്തുരക്ഷിക്കുന്ന അവനോ യാതൊന്നിലും ലിപ്തവുമല്ല. എല്ലാ ശരീരങ്ങൾക്കും അവനോട് ബാധ്യതയുണ്ടെങ്കിലും അവന് യാതൊന്നിനോടും ബാധ്യതയില്ല. എല്ലാ ശരീരങ്ങളും ഈ ജീവനെ ആശ്രയിച്ചാട്ട് നിൽക്കുന്നത്. എന്നാൽ ഈ ജീവനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തെ ആശ്രയിച്ചല്ല ജീവൻ നിൽക്കുന്നത്. ശരീരം നിലനിൽക്കണമെങ്കിൽ ജീവൻ അത്യന്താപേക്ഷിതമാണ്. പക്ഷെ ഈ ജീവന് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ശരീരം വേണം നിർബന്ധമൊന്നുമില്ല. അതെപ്പോ വേണമെങ്കിലും ശരീരത്തിൽ നിന്ന് വിട്ടുപോകാം. അപ്പൊ അതുകൊണ്ട് തിലമധ്യേ യഥാ തൈലം, ക്ഷീരമധ്യേ യഥാ കൃതം, പുഷ്പമധ്യേ യഥാ ഗന്ധം, ഫലമധ്യേ യഥാ രസം. ഒന്നിനാലും ലിപ്തമല്ലാത്തതിനാലും എന്നാൽ ഒന്നിനാലും ബന്ധപ്പെടാത്ത ആ ദേവൻ ഏത് വിധമാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് സംശയത്തിന് നിവൃത്തി വരുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. എള്ളിൽ എണ്ണ പോലെ, പാലിൽ നെയ്യ് പോലെ, പുഷ്പത്തിൽ ഗന്ധം പോലെ, പഴത്തിൽ മാധുര്യം പോലെ ആ ദേവൻ അവ്യാജ്യമായ രീതിയിൽ സർവവ്യാപിയായി സ്ഥിതി ചെയ്യുന്നു. സർവത്തിൻ്റെയും അന്തർയാമിയായിട്ട് നിറഞ്ഞു നിൽക്കുന്നു. ഒന്നിനോടും ബന്ധമില്ലാതെ അതായിട്ട് നിലനിർത്തുന്നു എന്നർത്ഥം. അതായത് ഒന്നിനാലും ലിപ്തമല്ല, ഒന്നിനാലും സ്പർശമല്ല. ഒരു താമരയില ജലത്തിൽ നിൽക്കുന്നെങ്കിൽ ഈ താമരയിലയെ നനയ്ക്കാൻ ജലത്തിന് സാധ്യമല്ല. അതേപോലെ ഒന്നിന് എല്ലാ ശരീരങ്ങളും വർത്തിക്കുന്നുണ്ടെങ്കിലും എല്ലാ ശരീരങ്ങളുമായിട്ട് ബന്ധമുണ്ടെങ്കിലും അതൊന്നുമായിട്ടും ബന്ധപ്പെടാത്ത ദേവൻ ഏത് വിധമാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഇവിടെ ഒന്ന് സ്പഷ്ടമാക്കുകയാണ്. എള്ളിൻ്റെ അകത്ത് എള്ളെണ്ണയുണ്ടല്ലോ. എള്ളിൽ എണ്ണ ഉള്ളതുപോലെ
അഥവാ പാലിൽ നെയ്യുള്ളതുപോലെ, അഥവാ ഒരു പുഷ്പത്തിൽ ഗന്ധം സ്ഥിതി ചെയ്യുന്ന പോലെ, പഴത്തിൽ മാധുര്യമുള്ളതുപോലെ ആ ദേവൻ അവ്യാജമായ രീതിയിൽ സർവ്വവ്യാപിയായിട്ട് സ്ഥിതി ചെയ്യുന്നു, സർവത്തിൻ്റെയും അന്തരാമിയായിട്ട് നിറഞ്ഞു നിൽക്കുന്നു. നമ്മുടെയൊക്കെ ശരീരത്തിൽ നിലനിൽക്കുന്നത് എങ്ങനെയാണോ, ഏതൊരു ശക്തിയാണോ ഒന്നിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നത്. പാലിൻ്റെ ഉള്ളിൽ നെയ്യ് അവ്യക്തമാണ്, പക്ഷെ പാലിൽ നിന്നാണ് നെയ്യെടുക്കുക. എള്ളിൻ്റെ ഉള്ളിൽ ആ എള്ളെണ്ണയുണ്ട്, പക്ഷെ അത് ആട്ടിയാലേ എണ്ണ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ എല്ലാ ശരീരങ്ങളിലും ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം അദൃശ്യ രൂപത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ശക്തിയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആത്യന്തികമായിട്ട് ഈശ്വരനെ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്ത് തന്നെ, ഈ ശരീരത്ത് വസിക്കുന്നവനാണ്, അദൃശ്യ രൂപേണ വസിക്കുന്നവനാണ് ഈശ്വരൻ എന്ന് ഉറപ്പിക്കണം. അതിനെയാണ് നമ്മൾ പുറത്ത് തേടുന്നത് എന്ന ബോധം നമുക്കുണ്ടായിരിക്കണം. അപ്പം നമ്മുടെ ഉള്ളിലിരിക്കുന്ന വസ്തുവിനെയാണ് നമ്മൾ പുറത്ത് തേടുന്നത്. ഇത് മാത്രമല്ല, തിലമധ്യേ യഥാ ജലം, ക്ഷീരമധ്യേ യഥാകൃതം, പുഷ്പമധ്യേ യഥാഗന്ധം, ഫലമധ്യേ യഥാ രസം, കാഷ്ടാഗ്നിവൽ പ്രകാശത, ആകാശേ വായുവൽ ചരേൽ. അതായത് അരണിയന്ത്രത്തിന്റെ തടിയിലെ അഗ്നിയെ പോലെ നിഗൂഢമായിട്ട് നിന്നുകൊണ്ട് ഉപാസകന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് ആ ദേവൻ. യാതൊരു വിഘ്നവുമില്ലാതെ ആകാശത്തിൽ ധരിക്കുന്ന വായുവിനെ പോലെ ആവരണരഹിതമായിട്ട്, എന്നാൽ ആർക്കും വർണ്ണിക്കാൻ കഴിയാത്ത വിധം സർവദാ പ്രകാശിക്കുകയും സ്വയം ചരിക്കുകയും ചെയ്യുന്നവനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തഥാ സർവഗതോ ദേഹി ദേഹമധ്യേ വ്യവസ്ഥിത മനസ്തോ ദേഹിനാം ദേവ. മനോമധ്യേ വ്യവസ്ഥിത കാഷ്ടാഗ്നിവൽ പ്രകാശതേ ആകാശ വായുവൽ ചരേൽ. 29ാമത്തെ ശ്ലോകമാണ്. തഥാ സർവഗതോ ദേഹി ദേഹമധ്യേ വ്യവസ്ഥിത മനസ്തോ ദേഹിനാം ദേവോ മനോമധ്യേ വ്യവസ്ഥിത കാഷ്ടാഗ്നിവൽ പ്രകാശേത ആകാശയെ വായുവിൽ ചരേൽ. തഥാ സർവഗതാ ദേഹി ദേഹമധ്യേ വ്യവസ്ഥിത. അതായത് കാഷ്ടത്തിൽ അഗ്നി സർവഗതമായിട്ട് വ്യാപിച്ച് ഇരിക്കുന്നു എങ്കിലും അരണി കടയുമ്പോൾ സർവഗതമായ അല്ല, കാഷ്ടമധ്യത്തിലാണ് അത് പ്രത്യക്ഷപ്പെടുന്നത്. അതേപോലെ ശരീരത്തെ സർവഗതമായിട്ട് വർത്തിക്കുന്ന ജീവാത്മാവ് ശരീരമധ്യത്തിലുള്ള സുഷുമ്നയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മനസ്സും സർവഗാമിയായിക്കൊണ്ട് പ്രവർത്തിക്കുന്നുവെങ്കിലും ജീവാത്മാവിൻ്റെ ദേവനായിട്ട് അതിൻ്റെ മധ്യത്തിൽ സ്ഥാപിതമായിരിക്കുന്നു. അതായത് ഭൂമധ്യ അന്തർഭാഗത്ത് മനസ്സിൻ്റെ സ്ഥാനമായിട്ട് ആഗമങ്ങൾ വ്യവസ്ഥ ചെയ്യപ്പെട്ടിരിക്കുന്നു. മനസ്സ് ജീവാത്മാവിൻ്റെ ദേവനായിട്ട് അവിടെ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ സർവവ്യാപിയായിരിക്കുന്ന പരമാത്മാവ് മനസ്സിൻ്റെയും ദേവനായിട്ട് മനമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഇന്ദ്രിയങ്ങളിൽ മനസ്സ് ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ മനസ്സ് സ്ഥിതി ചെയ്യുന്ന ആജ്ഞാചക്രത്തിൻ്റെ മധ്യത്തിലാണ്, ആ മനസ്സിൻ്റെയും മധ്യത്തിലാണ് ഈശ്വര ചൈതന്യം സ്ഥിതി ചെയ്യുന്നതെന്നാണ്. അപ്പം ഇന്ദ്രിയങ്ങളിൽ മനസ്സ് ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതി പറയുന്ന 6th സെൻസാണ് മനസ്സ്. 5 ഇന്ദ്രിയങ്ങൾക്കും ഉപരി പ്രവർത്തിക്കുന്ന കർമ്മേന്ദ്രിയങ്ങളെയും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളുടെയും മധ്യസ്ഥനായിട്ട് നിൽക്കുന്ന മനസ്സിൻ്റെ മധ്യത്തിലാണ് ഈശ്വരൻ്റെ സ്ഥാനം എന്ന് പറയുന്നു. ഈ മനസ്സ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഭ്രൂമധ്യത്തിൽ ആജ്ഞാചക്രത്തിലാണ് എന്നർത്ഥം. അരണ്യയന്ത്രത്തിൻ്റെ കാഷ്ടാഗ്നിവൽ പ്രകാശത്തെ ആകാശവായുവിൽ ചരയൽ എന്ന് പറഞ്ഞാൽ അരണ്യയന്ത്രത്തിൻ്റെ തടിയിലെ അഗ്നി പോലെ നിഗൂഢമായിട്ട് നിന്നുകൊണ്ട് ഉപാസകന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് ആ ദേവൻ. യാതൊരു വിഘ്നവും ഇല്ലാതെ ആകാശത്തിൽ ചരിക്കുന്ന വായുവിനെ പോലെ ആവരണരഹിതമായിട്ട്, എന്നാൽ ആർക്കും വർണ്ണിക്കാൻ കഴിയാത്ത വിധം സാന്നിധ്യമാത്രം കൊണ്ട് സർവദാ പ്രകാശിക്കുകയും സ്വയം ചരിക്കുകയും ചെയ്യുന്നു. അപ്പം ഈശ്വരനെ അനുഭവിച്ചറിയണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നമുക്ക് ഇവിടെ കാണാം എന്ന് പറയുന്ന അഗ്നി നിഗൂഢമായിട്ട് കാണാം എന്ന് പറഞ്ഞാലും
ഉപാസകന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ അനുഭവമായിട്ട് മാറുക എന്നർത്ഥം. നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും. അല്ലാതെ ഈശ്വരൻ അശരീരിയാണ്, പ്രത്യേക ഒരു രൂപമോ പ്രത്യേക ഒരു നാമത്തിലോ പ്രത്യക്ഷപ്പെടുന്നവനല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളെ മാംസചക്ഷുസുകളെ കൊണ്ട് ഈശ്വരനെ ഒരിക്കലും കാണാൻ സാധ്യമല്ല എന്നും ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് കണ്ണ് തുറക്കണം. ജ്ഞാനക്കണ്ണ് എന്ന് പറയുന്നത് മനക്കണ്ണ് തുറക്കണം. ആ മനക്കണ്ണ് എവിടെയായിരിക്കുന്നേ? മനമധ്യേ വ്യവസ്ഥിത തഥാ സർവഗതോ ദേഹി ദേഹമധ്യേ വ്യവസ്ഥിത മനസ്തോ ദേഹിനാം ദേവോ മനമധ്യേ വ്യവസ്ഥിത. അതായത് കാഷ്ടത്തിൽ അഗ്നി സർവഗതമായിട്ട് വ്യാപിച്ചിരിക്കുന്നു എങ്കിലും മരണി കടയുമ്പോൾ സർവഗതമല്ല. കാഷ്ടം എന്ന് പറയുന്നത് ഈ ശരീരം നശിക്കുന്നത് എന്തോ അതൊക്കെ കാഷ്ടമാണെന്നർത്ഥം. കാഷ്ടമധ്യത്തിലാണ് അത് പ്രത്യക്ഷപ്പെടുന്നത്. ശരീരത്തിൻ്റെ ഉള്ളിലാണ് ആത്മചൈതന്യം പ്രകാശിക്കുന്നത്. അത് എവിടെയാണ് എന്ന് കൂടി ഇവിടെ വ്യക്തമാക്കുകയാണ്. അതേപോലെ ശരീരത്തിൽ സർവഗതമായിട്ട് വർത്തിക്കുന്ന ജീവാത്മാവ് ശരീരമധ്യത്തിലുള്ള സുഷുമ്നാ നാഡിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മനസ്സും സർവഗാമിയായിട്ട് വർത്തിക്കുന്നുവെങ്കിലും ജീവാത്മാവിന്റെ ദേവനായിട്ട് അതിൻ്റെ മധ്യത്തിൽ സ്ഥാപിതമായിരിക്കുന്നു. അതായത് ഈ ശരീരമധ്യത്തിലെ സുഷുമ്നാ നാഡിയിൽ വർത്തിക്കുന്ന ജീവാത്മാവിന്റെ പ്രഭാവം നമ്മളെ അനുഭവിപ്പിച്ച് അറിയിക്കുന്നത് സിക്സ്ത് സെൻസ് ആകുന്ന മനസ്സ് എന്ന ഇന്ദ്രിയമാണ്. ഈ മനസ്സ് സ്ഥിതി ചെയ്യുന്നത് ഭ്രൂമധ്യത്തിലെ ആജ്ഞാചക്രത്തിലാണ്. ആജ്ഞാചക്രത്തിൽ ചെയ്യുന്ന മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷ്മരൂപേണ വർത്തിക്കുന്ന മധ്യസ്ഥ മനമധ്യേ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ മധ്യത്തിൽ ചെയ്യുന്നവനാണ് ഈ പറയുന്ന ഈശ്വര ചൈതന്യം. അണു മാത്രം നമ്മുടെ ശരീരത്തിലെ രോമാഗ്രം എടുത്തിട്ട് 1000 കഷ്ണങ്ങളാക്കി മുറിച്ചാൽ അതിലൊരംശമാണ് മനസ്സിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്നർത്ഥം. അതെവിടെ സ്ഥിതി ചെയ്യുന്നത്? മനസ്സെവിടെ സ്ഥിതി ചെയ്യുന്നത്? ആജ്ഞാചക്രത്തിൽ. അതുകൊണ്ടാണ് ഭഗവാൻ ഈ ബാക്കി ഹൃദയത്തിലോ വിശുദ്ധി ചക്രത്തിലോ എന്നൊക്കെ പറഞ്ഞാലും ഭഗവാൻ ഊന്നൽ നൽകിയിട്ടുള്ള ഉത്തരഗീത എടുത്താലും ഭഗവത്ഗീത എടുത്താലും ധ്യാനം ശീലിക്കുമ്പോൾ ആജ്ഞാചക്രത്തിൽ തന്നെ നമ്മുടെ മനസ്സിൻ്റെ വ്യൂ പോയിന്റ് അഥവാ ധാരണ ഉണ്ടാക്കണം എന്ന് പറയാൻ കാരണം അതൊരു ബിന്ദു രൂപേണ നമ്മുടെ ഭ്രൂമധ്യത്തിൽ മനസ്സിൻ്റെ മധ്യത്തിൽ സൂക്ഷ്മരൂപേണ വർത്തിക്കുന്ന ചൈതന്യമാണ് ജീവൻ. അതാണ് ഈശ്വരൻ. ഈ ശരീരത്ത് ആജ്ഞാചക്രത്തിൽ മനസ്ഥനായിക്കൊണ്ട് അല്ലെങ്കിൽ മനമധ്യേ സ്ഥിതി ചെയ്യുന്നവനാണ് ഈശ്വരൻ എന്നുറപ്പിക്കണം. ആ ഈശ്വരനെ തേടിയാണ് നമ്മൾ പുറത്തേക്ക് എഴുന്നള്ളിക്കണം. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ ഉള്ളിലാണ് യഥാർത്ഥ ബിംബം. പുറത്ത് നമ്മൾ പ്രതിഷ്ഠിക്കുന്ന ബിംബം പോലും പ്രതിബിംബമാണ്. പക്ഷെ നമുക്ക് ഈ അവ്യക്ത സ്വരൂപമായിരിക്കുന്ന ആ രൂപത്തെ, അതുകൊണ്ടാണ് ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ രൂപം എടുത്താലും മനുഷ്യ ശരീരത്തിന്റെ രൂപത്തിലാണ് കാണുന്നത്. അതിൽ എക്സ്ട്രാ നമ്മൾ കാണുന്ന 2 കൈകളാണ്. ഇത് അദൃശ്യ രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ 2 കൈകൾ നമുക്ക് സുദർശനം നൽകുന്നവനും ഭഗവാനാണ്. വേണ്ട കാര്യങ്ങൾ മനസാക്ഷി രൂപേണ വേണ്ട സമയത്ത് ഗുണദോഷങ്ങളെ തിരിച്ചറിയുന്നതിൻ്റെ പ്രതിരൂപമായിട്ടാണ് ശംഖു പിടിച്ചിരിക്കുന്നത്. ഇത് അദൃശ്യമാണ്. അകത്തിരിക്കുന്ന ഈ ആത്മസ്വരൂപനായിരിക്കുന്ന ഈശ്വരൻ്റെ അദൃശ്യമായ 2 ശക്തികൾ 2 കൈകളായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പ്രത്യക്ഷത്തിൽ നമുക്ക് 2 കൈകളെ കാണാനുണ്ട്. ഇതാണ് സ്ഥൂലരൂപം. ഇത് സ്വയം നമ്മൾ ചിന്തിച്ച് ഉറപ്പിക്കണം. പല പ്രാവശ്യം ചിന്തിക്കണം. ഒരു പ്രാവശ്യമൊന്നും പോരാ. അപ്പം ഞാൻ എന്ന് പറയുമ്പം ഈ ജ്ഞാനമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഞാൻ എന്ന ബോധം ഉണ്ടാക്കി തരുന്നത് ഈ മനമധ്യ സ്ഥിതി ചെയ്യുന്ന ഈശ്വര ശക്തി തന്നെയാണ്. ആ മനസ്സിനെ ഏകാഗ്രമാക്കിയാലേ അത് പ്രവർത്തിക്കൂ എന്നുള്ളത്. അതാണ്. മനസ്സ് ചഞ്ചലമായിരുന്നാൽ അതിന് സ്റ്റേബിലിറ്റി ഉണ്ടാവില്ല. അചഞ്ചലമായിരിക്കുന്ന മനസ്സിലെ ഇത് പ്രവർത്തിതമാകും. അതിൻ്റെ പ്രഭാവമുണ്ട്. അതില്ലെങ്കിൽ നമുക്കൊന്നും അനുഭവിച്ചറിയാൻ സാധിക്കില്ല. മനസ്സാണ് മീഡിയേറ്ററായിട്ട് നിൽക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങളെയും ഇല്ലെങ്കിൽ പഞ്ചകർമ്മേന്ദ്രിയങ്ങളെയും നയിക്കുന്നത്. ഇഷ്ടമുള്ള വിഷയത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾ വ്യാപരിച്ചാലും ആ വിഷയങ്ങൾ കർമ്മേന്ദ്രിയങ്ങളിലൂടെ അല്ലെ ശരീരത്തിലൂടെ അനുഭവിച്ചറിയുമ്പം അതിന് അനുഭവയോഗ്യത അനുഭവം ഉണ്ടാക്കി തരുന്നത് ഈ മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന മനസ്സാണല്ലോ. അതാണ് 11 ഇന്ദ്രിയങ്ങൾ. 11 ശക്തികളില്ലെങ്കിൽ ഒരു നിരീശ്വരവാദിക്കും യുക്തിവാദിക്കും ഭക്തിവാദിക്കും ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധ്യമല്ല. അപ്പോൾ നമ്മൾ പ്രത്യക്ഷ രൂപേണ നമ്മൾ 11 ഇന്ദ്രിയങ്ങൾ പ്രവർത്തിതമായിരിക്കുന്ന ഈ 11 ഇന്ദ്രിയങ്ങൾക്ക് അധിഷ്ഠാന ദേവതയായിട്ട് നിൽക്കുന്നത്
മനസ്സ് തന്നെ, മനസ്ഥനായിരിക്കുന്ന, മനസ്സിന്റെ മധ്യസ്ഥനായിരിക്കുന്ന ഈശ്വര ചൈതന്യം തന്നെയാണ്. അത് അവ്യക്ത സ്വരൂപമാണ്. അതിനെ സ്കാൻ ചെയ്താൽ പോലും കണ്ടെടുക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നു. മനസ്സിനെ സ്കാൻ ചെയ്യാൻ സാധിക്കുമോ? ഈ മനസ്സ് ഒരിക്കലും നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ അസുഖം വന്നാലും വേണ്ടില്ല, മനസ്സിന് ഒരിക്കലും നാശം സംഭവിക്കില്ല, അതിന് ക്ഷതം ഉണ്ടാകില്ല. കാരണം എന്താ? ആ മനസ്സിന്റെ മധ്യത്തിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്. അത് അവ്യക്ത സ്വരൂപമാണ്. അതിന് പ്രത്യേക ഒരു ശരീരമില്ല. എപ്രകാരം തിലമധ്യേ യഥാ തൈലം, എള്ളിന്റെ അകത്തിരിക്കുന്ന എള്ളെണ്ണ പോലെ, പാലിനകത്തിരിക്കുന്ന നെയ്യ് പോലെ, ഒരു പുഷ്പത്തിന്റെ അകത്തിരിക്കുന്ന ഗന്ധം പോലെ നമ്മുടെ ശരീരത്തിലിരിക്കുന്ന മനസ്സ്, ആ മനസ്സിന്റെ ഉള്ളിൽ ഗന്ധം ഇരിക്കുന്നത് പോലെ, അല്ലെ പുഷ്പത്തിന്റെ ഉള്ളിൽ ഗന്ധം ഇരിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അശരീരിയായിട്ട് സൂക്ഷ്മരൂപേണ വർത്തിക്കുന്ന ഒരു ശക്തിയാണ് ഈശ്വരൻ. അത് ഈ മലിനക്കൂമ്പാരമാണെങ്കിലേ മാലിന്യക്കൂമ്പമാരുന്ന ഈ ശരീരത്തിന്റെ മധ്യത്തിലാണ്. അതാണ് കാഷ്ടത്തിൽ അഗ്നി സർവഗതമായിട്ട് വ്യാപിച്ചിരിക്കുന്നു എങ്കിലും അരണി കടയുമ്പോൾ സർവഗതമായ അല്ല, കാഷ്ടമധ്യത്തിലാണ് അത് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ അരണി കടയുമ്പോൾ ഈ ഉത്താരണിയും അരണിയും കൂടെ കൂടി കർഷണം കൊണ്ട് അതിന്റെ ഉള്ളിൽ അഗ്നി പ്രകടമാകുക ചെയ്യുക, സൂക്ഷ്മങ്ങളിൽ സൂക്ഷ്മം. അപ്പൊ ഈ അരണി കണ്ടാലും ഉത്താരണി കണ്ടാലും, ഉത്താരണി എന്ന് പറയുന്നത് അതിന്റെ കടകോല്, നമ്മൾ കടയാൻ ഉപയോഗിക്കുന്ന കടകോലിനെയാണ് ഉത്താരണി എന്ന് പറയുന്നത്. അരണി എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരത്തിന്റെ തന്നെ ആൽമരത്തിന്റെ ബേസാണ്, അതിൽ വെച്ചിട്ടാണല്ലോ കടയുന്നത്. അപ്പൊ ഈ രണ്ട് തടിയുടെ ഉള്ളിലും അഗ്നി ഇരിക്കുന്നുണ്ട്, പക്ഷെ അത് വേറിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധ്യമല്ല. അത് കടയുമ്പോഴാണ് അതിൽ നിന്ന് അഗ്നി സ്ഫുരിക്കുന്നത്. ഇതേപോലെ നമ്മുടെ നശിക്കുന്നതായ ശരീരത്തിന്റെ അകത്ത് ത്രാണനം ചെയ്ത് ഈ ഈശ്വര ശക്തിയെ എപ്പോൾ നമ്മൾ പ്രജ്വലിപ്പിക്കുന്നു, അപ്പോഴാണ് ഈ ആത്മമധ്യേ, ഇല്ലെങ്കിൽ ആജ്ഞാചക്രത്തിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന മനസ്സും മനസ്സിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ഈശ്വര ശക്തിയും സചേതനമായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. അത് അവ്യക്തരൂപമായിട്ട് നമുക്ക് പോലും അറിയാത്ത വിധത്തിൽ നമ്മളെ നയിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ അത് നമുക്ക് ബോധമില്ല. അതാണ്, അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മളെ നിലനിൽക്കുന്നത്. നമുക്ക് ബന്ധങ്ങളും ബന്ധനങ്ങളും ഉണ്ടാക്കി തരുന്നത് ആ സൂക്ഷ്മരൂപത്തിലിരിക്കുന്ന ശക്തിയാണ് എന്ന് നമുക്ക് അവബോധമില്ലാത്തത് കൊണ്ടാണ് അത് നമുക്ക് ദൂരസ്ഥമായിട്ടില്ല, രണ്ടായിട്ട് വികല്പത്തിലേക്ക് കാണാനും ഇടവരുന്നത് എന്ന് തിരിച്ചറിയണം. ഇനി 30-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അതൊന്നോടെ സ്ഥാപിച്ചു തരാണ്. മനസ്സം മനമധ്യസ്ഥം, മധ്യസ്ഥം മനവർജിതം, മനസ്സാ മന ആലോക്യ സ്വയം സിദ്ധ്യന്തി യോഗിന. ആ ശക്തി മനസ്സിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞു. മനസ്സിന്റെ മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ മനസ്സിന്റെ മധ്യസ്ഥനായിരിക്കുന്ന ആ ദേവനെ സ്വീകരിച്ചുകൊണ്ട് മനസ്സിനെ ഉപേക്ഷിക്കണം. അപ്പൊ ഇവിടെ ഒന്നൊന്ന് ഉപേക്ഷിക്കാൻ ക്രമത്തിൽ ക്രമമായിട്ട് ഓരോന്നും ഉപേക്ഷിക്കലാണ് ക്രമസന്യാസം എന്ന് പറയുന്നത്. നമ്മൾ ബാഹ്യമായ വിഷയങ്ങളൊക്കെ അടുത്ത തലമുറ വാനപ്രസ്ഥത്തിൽ സ്വീകരിക്കേണ്ട ക്രമസന്യാസം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഏതൊക്കെ വിഷയങ്ങളിലെ വീടോ കുടിയോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മൾ എന്താ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന വസ്തുക്കളൊക്കെ നമ്മളിപ്പോൾ ജോലി ഒരു ഘട്ടം കഴിയുമ്പം ഉപേക്ഷിക്കും. അതേപോലെ ക്രമമായിട്ട് ഓരോന്നും അടുത്ത തലമുറയെ ഏൽപ്പിച്ചു കൊടുക്കുക. നെക്സ്റ്റ് അവകാശികൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും കുറേശ്ശെ ആയിട്ട് ഓരോന്നും ഏൽപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ നമ്മളോട് ജ്ഞാനമാർജിക്കാൻ പറഞ്ഞു. വേണ്ട ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുക, സ്വാധ്യായനം ചെയ്യുക, അതിൽ നിന്ന് യഥാർത്ഥ ജ്ഞാനം നേടുക. ആ ജ്ഞാനത്തെ വീണ്ടും പ്രാക്ടിക്കൽ തലത്തിലെത്തി പ്രായോഗിക തലത്തിലെത്തി വിശേഷജ്ഞാനം, അനുഭവജ്ഞാനം നേടുക. അനുഭവജ്ഞാനം നേടുമ്പോൾ ഈശ്വര സാക്ഷാത്കാരം തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ ജ്ഞാനവും ഗ്രന്ഥങ്ങളും സകലതും ഉപേക്ഷിക്കാൻ പറഞ്ഞു. ഇങ്ങനെ ക്രമമായിട്ട് ഓരോന്നും ഉപേക്ഷിച്ച് ശരീരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ജീവൻ എവിടെയായിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ശരീരബോധം വിടണം. അത് കഴിഞ്ഞിട്ട് ഭ്രൂമധ്യത്തിലുള്ള ആ ബിന്ദുവിൽ കേന്ദ്രീകൃതമായിരിക്കണം. ആ മനസ്സാണ് അചഞ്ചലമായിരിക്കുന്ന മനസ്സിനെ ഏകാഗ്രമാക്കി എടുക്കുമ്പോൾ അത് അചഞ്ചലമാകുമ്പോഴാണ് മനസ്സിന്റെ മധ്യത്തിലിരിക്കുന്ന ആ ഈശ്വര ശക്തിയെ നമ്മൾ ചൈതന്യവത്തായിരിക്കുന്ന അദൃശ്യരൂപിയായിരിക്കുന്ന എല്ലാത്തിനും അചേതനമായി ഇരുന്നു കൊണ്ട് സചേതനമാക്കി തീർക്കുന്ന ആ ശക്തി എന്താണെന്ന് തിരിച്ചറിയുക. ആ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരീരബോധം പോയി, മനസ്സ് പോയി, ഇന്ദ്രിയങ്ങൾ പോയി, മനസ്സ് വരെ ഉപേക്ഷിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്. അത് സാധിക്കുമോ? അത്ര എളുപ്പമൊന്നുമല്ല.
മനോനിയന്ത്രണം ലഘുസാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിരന്തരം അഭ്യാസിച്ചാൽ, ആദ്യം തന്നെ സിക്സ്ത് സെൻസ് മനസ്സ് ഈശ്വരനാണെന്ന് പറയണം. അതാണ് കടിഞ്ഞാൻ. ആ മനസ്സാണ് കടിഞ്ഞാനായിട്ട് പ്രവർത്തിക്കുക. പക്ഷേ ആ കടിഞ്ഞാനെ നിയന്ത്രിക്കുന്ന ഏതൊരു ശക്തിയാണോ മനമധ്യസ്ഥനായിട്ടായിരിക്കുന്നത്, അതാണ് ബുദ്ധികേന്ദ്രം, അതായത് ഈശ്വരൻ തന്നെയാണ്. അപ്പം അതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മനസ്സില്ല, ഇന്ദ്രിയങ്ങളില്ല, ദേഹങ്ങളില്ല, ബാക്കിയൊന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക്, ആ കേവല ബിന്ദുവിലേക്ക്, നമ്മൾ ഒരു ബിന്ദുവിലേക്ക്, ആ കേവല കുംഭകം എന്ന് പറയുന്ന അവസ്ഥ, ഈ പ്രാണന്റെ വായു തുല്യമാണ് ജീവൻ പ്രാണനായിട്ട് നമ്മുടെ ശരീരത്ത് ഈ മനസ്സിന്റെ മധ്യസ്ഥയിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് പ്രാണനെ അല്ലെങ്കിൽ ശ്വാസവായുവിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്നവന് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും, മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവന് ലോകത്തെ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അവനിൽ പൂർണ്ണമായിട്ട് മനസ്സ് സ്ഥിതി ചെയ്യുന്ന ഈശ്വര ശക്തി പൂർണ്ണമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും എന്നർത്ഥം. പിന്നെ ദൃശ്യ സാന്നിധ്യം മാത്രം കൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളോ സ്ഥലത്തോ ഒക്കെ എത്താനുള്ള കഴിവും ഈ ഈശ്വരനിൽ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കുന്നു. അതാണ് ആത്മസ്വരൂപേണ എന്ന് പറഞ്ഞത്. അപ്പം മധ്യസ്ഥം മനമധ്യസ്ഥം, മനസ്ഥം മനമധ്യസ്ഥം, മധ്യസ്ഥം മനവർജിതം, മനസ്സാ മന ആലോക്യ സ്വയം സിദ്ധ്യന്തി യോഗിന. അതായത് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നത്, ഞാൻ സ്ഥിതി ചെയ്യുന്ന മനസ്സിന്റെ മധ്യത്തിലാണ് അർജുന. മധ്യസ്ഥനായിരിക്കുന്ന എന്നെ പൂർണ്ണമായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഉപാസിച്ചുകൊണ്ട് മനസ്സിനെ കൂടി ഉപേക്ഷിക്കണം. മനസ്സിന്റെ മധ്യത്തിലിരിക്കുന്ന ആ സൂക്ഷ്മ സ്വരൂപനായിരിക്കുന്ന സാന്നിധ്യം മാത്രം അറിയിക്കുന്ന ആ ഈശ്വര ശക്തിയെ ഉപാസിച്ച് അതിൽ മാത്രം ബിന്ദു മാത്രമായിരിക്കുന്ന ആ ശക്തിയെ തുര്യാവസ്ഥയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മനസ്സും ഇന്ദ്രിയങ്ങളും പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം. മനസ്സുകൊണ്ട് മനസ്സിനെയും മനസ്സുകൊണ്ട് മനസ്സിൻ്റെയും മനസ്സായിരിക്കുന്ന ആ ദേവനെ, എന്നാൽ ഇന്ദ്രിയങ്ങളിൽ മനസ്സായി വർത്തിക്കുന്നത് ഞാൻ തന്നെയാണ്. ഇപ്രകാരം അഭ്യസിച്ച യോഗികൾ സ്വയം സിദ്ധി പ്രാപിക്കേണ്ടതാണ്. ഇതാണ് ഏറ്റവും വലിയ യോഗസിദ്ധി എന്ന് പറയുന്നത്. അതായത് ആ കേവലം ഞാൻ എന്ന ബോധം, ഞാൻ ഉണ്ട് എന്നുള്ള ബോധം ഉണ്ടാക്കി തരുന്ന ബിന്ദു മാത്രമായിരിക്കുന്ന ഏതൊരു ചൈതന്യത്തെയാണോ ഉപാസിച്ച് സാക്ഷാത്കരിക്കേണ്ടത്, അതാണ് ഈ യോഗ എന്ന് പറയുന്നത്. അതിന് ശരീരമാധ്യം കലു ധർമ്മസാധനം. ഈ ഒരവസ്ഥയിലേക്ക് എത്താൻ ജീവനോടെ ശരീരത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് മാത്രമേ സാധിക്കൂ. അതാണ് ശരീരത്തിന് ഏതെങ്കിലും തലത്തിലുള്ള വികലതകളോ ഇല്ലെങ്കിൽ അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ ഇതൊരിക്കലും സാക്ഷാത്കരിക്കാൻ സാധിക്കില്ല നമുക്ക്. കാരണം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആ ശരീരത്തിനോ മനസ്സിനോ എന്തെങ്കിലും രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിലായിരിക്കും ശ്രദ്ധ. കാരണം ശരീരബോധം കൂടുതലായിട്ടുള്ളത് കൊണ്ട് ആ ശരീരത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് സുഖമായിട്ട് വർത്തിക്കാൻ. ശരീരബോധം ഇല്ലാതിരുന്നുകൊണ്ട് ചിന്തിച്ചാൽ മാത്രമേ, ധ്യാനിച്ചാൽ മാത്രമേ ഈ ഒരവസ്ഥ നമുക്കുണ്ടാകുള്ളൂ. മനസ്സിന് പോലും അല്ലെങ്കിൽ തന്നെ മനസ്സ് പിടിച്ചാൽ കിട്ടാവുന്നതാണ്. നമ്മളിവിടെ അടങ്ങിയ ശരീരം കൊണ്ട് ഒരിടത്ത് ആസനജയം നേടി ഉറച്ചിരിക്കാൻ പഠിച്ചാലും വേണ്ടില്ല, ഈ മനസ്സ് നമ്മുടെ ഉള്ളിൽ നിന്ന് ചാടിപ്പോവും. എപ്പോഴാ ചാടിപ്പോണേന്ന് പറയാൻ പറ്റില്ല. അതിനെ ഒരിടത്ത് പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അഭ്യാസം. അത് ബാഹ്യ വിഷയങ്ങളോട് ബന്ധപ്പെട്ടാണെങ്കിൽ ഏതെങ്കിലും വിഷയം കയറി വന്നാൽ മതി, നമ്മൾ എത്ര ശ്രദ്ധയോടെ ഇരുന്ന് ധ്യാനിക്കാനിരുന്നാലും വേണ്ടില്ല, എന്താണോ വിചാരിക്കേണ്ടെന്ന് വിചാരിക്കുന്നത് അത് വിചാരിക്കും. അതാണ് ഏറ്റവും വലിയ മനസ്സിൻ്റെ ചാടിപ്പോക്കെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ വേറൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ശരീരത്തോടു കൂടെ ഇവിടെ ഇരുന്നു കൊണ്ട് ഏതെങ്കിലും വിഷയം ചിന്തിക്കുവാണെങ്കിൽ അപ്പോൾ ഈ ശരീരബോധവും ഒക്കെ വിട്ടിട്ടായിരിക്കാം നമുക്കിഷ്ടമുള്ള വിഷയം. മനുഷ്യൻ പൊതുവെ ശ്രദ്ധാവാനാണെന്ന് ഭഗവാൻ ആവർത്തിച്ച് ഗീതയിൽ പറയുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള വിഷയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരീരം പോലും മറന്നിട്ടിരുന്ന് ചെയ്യാറുണ്ടല്ലോ. ഒരു സിനിമ കണ്ടാലും ഒരു സീരിയൽ കണ്ടാലും ഒരു നോവൽ വായിച്ചാൽ വരെ നമ്മൾ ശരീരത്തെ മറന്നുകൊണ്ട് ആ കഥാപാത്രത്തെയും ആ പശ്ചാത്തലവും ഗ്രഹവും ഗ്രാമവും പിക്ചറൈസ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ കാണും. അപ്പൊ അത്രമാത്രം ധ്യാനിക്കാനുള്ള കഴിവും വലിയ ശ്രദ്ധാമയമായിരിക്കുന്ന ഒരു കഴിവ് ഈശ്വരൻ നമുക്ക് ജന്മനാൽ എല്ലാ മനുഷ്യർക്കും തന്നിട്ടുണ്ട്. നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ ലയിച്ചു നിൽക്കുമ്പോൾ ശരീരത്തിന്റെ അസ്വസ്ഥതകളും ശരീരത്തെ പോലും മറന്നിരിക്കാനുള്ള കഴിവുണ്ട്. ഇത് ഈശ്വര കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാനാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ നമുക്കില്ലാത്ത കഴിവല്ല ഉപയോഗിക്കാൻ ഭഗവാൻ പറയുന്നത്.
അപ്പം അതുകൊണ്ട് അതിന് ഭഗവാന്റെ അനുഗ്രഹവും കൂടെ വേണം. മനോനിയന്ത്രണത്തിന് എളുപ്പമല്ല. ഇല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കുക എന്ന് പറയുന്നത് അത്ര പറയാൻ എളുപ്പ, കേൾക്കാൻ എളുപ്പം, എത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ഭഗവാൻ സ്ഥിതപ്രജ്ഞ ലക്ഷണം പറയുമ്പോൾ തന്നെ എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടത്, ആ മനസ്സിനെ എങ്ങനെയാണ് നിയന്ത്രിക്കാൻ സാധിക്കുക. താനി സർവാണി സംയമേ യുക്ത ആസീന മൽപര വശേഖേന്ദ്രിയാണി ദശപ്രജ്ഞാ പ്രതിഷ്ഠിത. ആ ഭഗവാനെ ഒരു രൂപത്തിലെങ്കിലും നമുക്ക് ഉപാധി സ്വീകരിക്കാന്ന് പറയാൻ കാരണം ഇതാണ്. കാരണം അവ്യക്ത സ്വരൂപമായിരിക്കുന്ന ഈശ്വരനെ സൂക്ഷ്മങ്ങളിൽ സൂക്ഷ്മമായിരിക്കുക, ആ ശക്തിയെ ഉപാസിച്ച് ബോധവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ബോധത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനു വേണ്ടിയിട്ട് നിരന്തരം അഭ്യസിക്കണം. ബാക്കി വിഷയങ്ങളെയൊക്കെ വർജിച്ച് അതിൽ വൈരാഗ്യമുണ്ടാക്കിക്കൊണ്ട് ഒരു ഉപാധി സ്വീകരിച്ചിട്ട് ഈശ്വരന്റെ ആ രൂപത്തെ നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടായാലും വേണ്ടില്ല, ആ രൂപത്തിൽ തന്നെ ധ്യാനം ചെയ്യണം എന്ന് പറയാൻ കാരണം. അപ്പോൾ ഒരു കേന്ദ്രബിന്ദുവിൽ നമ്മുടെ മനസ്സ് ശ്രദ്ധ പിടിച്ചു നിർത്താൻ സാധിച്ചാൽ പിന്നെ അതിൽ നിരന്തര അഭ്യാസം ചെയ്താൽ പിന്നെ ആ ഏതെങ്കിലും അംഗപ്രത്യങ്ങൾ എടുത്ത് ധ്യാനിക്കുക, ഇല്ലെങ്കിൽ ആടയാഭരണങ്ങൾ ഭഗവാന്റെ അലങ്കാരഭൂഷിതമായിരിക്കുന്ന ആ രൂപത്തിൽ ഒന്നൊന്നിൽ കേന്ദ്രീകരിച്ച് ഓരോ അംഗത്തെയും എടുത്ത് ധ്യാനിക്കുക എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഒന്നിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ള ഉദ്ദേശം. അപ്പം അങ്ങനെ അതിൽ ശ്രേഷ്ഠത അഭ്യാസം കൊണ്ട് അത് സാധിച്ചാൽ അതുകൊണ്ട് അതിൽ നിന്നാണ് നമുക്ക് ഈ മനസ്സ് ഏകാഗ്രമാക്കും, ബുദ്ധി ഉറയ്ക്കും. ബുദ്ധി ഉറയ്ക്കുമ്പോഴാണ് മനമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈശ്വരനെ നമുക്ക് അറിയാൻ സാധിക്കും. അതും രൂപമില്ലാത്തത് കൊണ്ട് അവ്യക്ത സ്വരൂപമായിട്ടിരിക്കുന്ന ആ സാന്നിധ്യത്തെ ബോധതലത്തിൽ ഉറപ്പിക്കണം. അതാണ് സാധിക്കേണ്ടത്. അത് സാധിക്കട്ടെ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണ് എല്ലാത്തിനും വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഭാഗം ഇവിടെ ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാം. 26-ാമത്തെ ശ്ലോകം തൊട്ട് 30-ാമത്തെ ശ്ലോകം വരെ ഒന്ന് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് സമർപ്പിക്കാം. ദൂരസ്ഥോപീന ദൂരസ്ഥ പിണ്ടസ്ഥ പിണ്ടവർജിത വിമല സർവദാ ദേഹി സർവവ്യാപി നിരഞ്ജന കായസ്തോപീന കായസ്ഥ കായസ്തോപീന ജായതേ കായസ്തോപീന പുഞ്ചാന കായസ്തോപീന ബാധ്യതേ കായസ്തോപീന ലിപ്തസ്യാൽ കായസ്തോപീന ബാധ്യതേ തിലമധ്യേ യഥാ തൈലം ക്ഷീരമധ്യേ യഥാ കൃതം പുഷ്പമധ്യേ യഥാ ഗന്ധം ഫലമധ്യേ യഥാ രസം തഥാ സർവഗതോ ദേഹി ദേഹമധ്യേ വ്യവസ്ഥിത മനസ്തോ ദേഹിനാം ദേവോ മനോ മധ്യേ വ്യവസ്ഥിത കാഷ്ടാഗ്നിബൽ പ്രകാശതേ ആകാശേ വായുവിൽ ചരേൽ മനസ്ഥം മനമധ്യസ്ഥം മധ്യസ്ഥം മനവർജിതം മനസാ മന ആലോക്യ സ്വയം സിദ്ധ്യന്തി യോഗിന സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേണ മഹിം മഹീശാ ഗോ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.